ഹലോ വെൽക്കം ബാക്ക് ടു സാൽബിലാണ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ മക്കളാണ് എന്റെ മുൻപിലുള്ളത്. സോ മക്കളെ, നമുക്കറിയാം ക്രിസ്മസ് എക്സാം അടുത്തെത്താനായിട്ടുണ്ട്. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ക്രിസ്മസ് എക്സാമിനും വരുന്ന മെയിൻ എക്സാമിനകത്തും ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് സേലത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. യോധ ബാച്ചിനകത്ത് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക മക്കളെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മക്കളെ, ദേശീയ പ്രസ്ഥാനവും കേരളവും, നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട, എക്സാമിനകത്ത് വരാൻ സാധ്യതയുള്ള 100% ഉറപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. സോ ആ ഏരിയാസ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുകയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. ആദ്യമായി പറയുന്നു, വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് ആക്ച്വലി ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. മക്കളെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റുകളാണ് പറയുന്നത്. അത് കേരളത്തിനകത്ത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂറിലും ഉണ്ടായിരുന്ന മൂവ്മെന്റുകളാണ് നമുക്ക് ഇതിൽ ഓർഡർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. മലബാറിൽ ഉണ്ടായിട്ടുള്ള മലബാർ കലാപം ആയിക്കോട്ടെ, പയ്യന്നൂർ സത്യാഗ്രഹം ആയിക്കോട്ടെ, കിഴിയൂർ ബോംബ് കേസ് ആയിക്കോട്ടെ, അതൊക്കെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായി അവിടെ നടന്നതാണ്. എവിടെ? മലബാറിൽ. അതായത് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കകത്ത് നടത്തിയ മൂവ്മെന്റുകളാണ് നാഷണൽ മൂവ്മെന്റ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. 1930 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഈ സമരങ്ങളൊക്കെ ഗാന്ധിജി ഇന്ത്യക്കകത്ത് മൊത്തം നടത്തിയ സമയത്ത് അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കേരളത്തിനകത്തും എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അതുപോലെ ട്രാവൻകൂറിൽ, തിരുവിതാംകൂറിലാണെങ്കിൽ മലയാളി മെമ്മോറിയൽ, അത് നാഷണൽ മൂവ്മെന്റിന്റെ മുൻപ് നടന്നതാണ്. അതേപോലെ തന്നെ അബ്സഷൻ മൂവ്മെന്റ്, നിവർത്തന പ്രക്ഷോഭം, ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അതേപോലെ തന്നെ പുന്നപ്ര വയലാർ സ്ട്രഗിൾസ്. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ഇന്ത്യക്കകത്ത് മൊത്തം നടത്തുന്ന പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റിന്റെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പറയുന്ന കേരളത്തിനകത്തും എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എടുക്കുന്നത് ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ, ഈ ഒരു പ്രധാനപ്പെട്ട ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിനകത്ത് മെയിനായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ വന്നിട്ടുണ്ട്. അബ്സഷൻ മൂവ്മെന്റ്, നിവർത്തന പ്രക്ഷോഭം വന്നിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വന്നിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോന്നിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കോ, തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടത്, അന്നത്തെ കാലഘട്ടത്തിനകത്ത് ഫസ്റ്റ് തന്നെ വന്നത് ഈ മലയാളി മെമ്മോറിയൽ, അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ. മകളെ, അന്നത്തെ തിരുവിതാംകൂർ ശ്രദ്ധിക്കണം. അന്നത്തെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ, തിരുവിതാംകൂർ അന്ന് രാജാക്കന്മാരാണ് ഭരിച്ചത്. തിരുവിതാംകൂർ റൂളേഴ്സ് ആണ്, തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. നിങ്ങൾക്കറിയില്ല, തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന സമയത്ത് രാജാക്കന്മാർക്കാണ് വലിയ പ്രാധാന്യം, ജനങ്ങളൊക്കെ തന്നെ അതിന്റെ സബോർഡിനേറ്റ് ആയിട്ട് ആണുള്ളത് അല്ലേ. അപ്പൊ ജനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഒന്നും വന്നില്ല. അപ്പൊ അന്ന് എല്ലാം രാജഭരണമാണ്. അപ്പൊ രാജഭരണത്തിനകത്ത് എല്ലാം തീരുമാനിക്കുന്നത് രാജാവാണ്. അപ്പൊ അന്ന് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഒന്ന് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. മലയാളി മെമ്മോറിയൽ കൊണ്ടുവന്നത് GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നത് ഡോക്ടർ പൽപ്പു ആണ്. എന്താണ് ഇത് രണ്ടും പറയുന്നത്? ഈ പറഞ്ഞ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, ഒന്നുമില്ല. അന്നത്തെ പ്രധാനപ്പെട്ട തിരുവിതാംകൂറിന്റെ അല്ലെ, തിരുവിതാംകൂറിനകത്ത് ഈ പറഞ്ഞ ഗവൺമെന്റ് ജോലിയിൽ തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ സംവരണം കൊടുക്കണമെന്നാണ് ആര് ആവശ്യപ്പെട്ടത്? ഈ പറയുന്ന മലയാളി മെമ്മോറിയൽ GP പിള്ള ആവശ്യപ്പെട്ടത് കേട്ടോ. അങ്ങനെ ഒരു മെമ്മോറാണ്ടം എന്ത് ചെയ്യാണ്, അവർക്ക് സബ്മിറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഈഴവ കമ്മ്യൂണിറ്റിക്ക്, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലിയിൽ ഇതുപോലെ തന്നെ സംവരണം വേണം, അവർക്ക് ഇതുപോലെ തന്നെ സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു എന്താണ്, ഒരു മെമ്മോറാണ്ടം എന്ത് ചെയ്യാണ്, രാജാവിന് സമർപ്പിക്കുകയാണ്. അതാണ് എന്ത് ചെയ്തത്, ഈ ഈഴവ മെമ്മോറിയൽ. അപ്പൊ മനസ്സിലാക്കിയില്ലേ, തിരുവിതാംകൂറിലെ സർക്കാർ ജോലിക്കകത്ത് തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കണം എന്ന് എന്ത് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ 1891 ഇതുപോലെ തന്നെ ഈ പറയുന്ന GP പിള്ള ഇതുപോലെ എന്ത് ചെയ്യുന്നത്, ഒരു നിവേദനം കൊടുക്കുന്നത്. അതേപോലെ സർക്കാർ ജോലിക്കകത്ത് ഈഴവ സമുദായത്തിന്, ഈഴവ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീയ വിഭാഗങ്ങൾ, ആ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഇതേപോലെ പ്രാധാന്യം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ പൽപ്പു എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ കൊടുക്കുന്നത് കേട്ടോ. മക്കൾ ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ കുമാരനാശിന്റെ ഒക്കെ തന്നെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളാണ് ഈ ഡോക്ടർ പൽപ്പു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി. ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ഈ രണ്ടെണ്ണത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയാണ്. ഓക്കെ അല്ലേ? ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അബ്സ്റ്റഷൻ മൂവ്മെന്റ്, നിവർത്തന പ്രക്ഷോഭം. ഈ തിരുവിതാംകൂറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് അബ്സ്റ്റഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം. എന്താണ് ഈ അബ്സ്റ്റഷൻ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച്
കഴിഞ്ഞാൽ മക്കളെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ക്രിസ്ത്യൻ അതുപോലെ മുസ്ലിം ഈഴവ കമ്മ്യൂണിറ്റീസ് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിനൊക്കെ തന്നെ പ്രധാനമായിട്ടും അന്നത്തെ പൊളിറ്റിക്കൽ കമ്മിറ്റിക്കകത്തും ഒക്കെ തന്നെ എന്താണ് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രാതിനിധ്യം കൊടുക്കണം. അതായത് അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ അന്നത്തെ ഗവൺമെന്റ് ജോബിനകത്തും അന്നത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കകത്തും അവർക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ തിരുവിതാംകൂറിൽ നടത്തിയിട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ അബ്സ്റ്റഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, അന്നത്തെ നമ്മളല്ലോ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാജാക്കന്മാരാണ് അന്ന് ഭരിച്ചിരുന്നത്, കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരുടെ ആ പ്രധാനപ്പെട്ടുള്ള ട്രാവൻകൂറിനകത്തേക്ക് സാധാരണ ജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടി എന്ത് ചെയ്യണം, പ്രാധാന്യം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ മൂവ്മെന്റുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അതാണ് അബ്സ്റ്റഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, റെഡി ആണോ? ഇനി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, അടുത്തത് അബ്സ്റ്റഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം. ഓർത്തു വെച്ചോ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും എന്ത് ചെയ്യണം, പ്രാതിനിധ്യം കിട്ടണം കേട്ടോ. അപ്പോൾ അവർക്ക് എന്താണ് ഈ ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായത്തിന് സർക്കാർ ഉദ്യോഗത്തിലും നിയമസഭയിലും എന്ത് ചെയ്യണം, അവർക്ക് പ്രാതിനിധ്യം കിട്ടണം. അപ്പോൾ അതിന്റെ ലീഡേഴ്സ് സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് ഇവരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. പഠിച്ചു വെച്ചുകൂടാ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മക്കളെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു. പിന്നീട് നിങ്ങൾ വെച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പട്ടം താണുപിള്ളെ ഇതുപോലെ തന്നെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ആര് വരികയാണ്, പട്ടം താണുപിള്ളെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റുകളിൽ ഒന്നാണ് സ്വദേശാഭിമാനി പത്രം. ശ്രദ്ധിക്കണേ, സ്വദേശാഭിമാനി പത്രം അന്നത്തെ പ്രധാനപ്പെട്ട ട്രാവൻകൂർ റൂളേഴ്സിലെ പ്രത്യേകിച്ച് അവരുടെയൊക്കെ തന്നെ എക്സ്പ്ലോയിറ്റേഷനെ തുറന്നു കാണിച്ചിട്ടുള്ള കെ രാമകൃഷ്ണപിള്ള എഡിറ്റർ ആയിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട പത്രമാണ് ഇത് സ്വദേശാഭിമാനി പത്രം കേട്ടോ. പിന്നീട് ഈ പറയുന്ന ഇദ്ദേഹത്തിനെ മീൻസ് ഇപ്പൊ കെ രാമകൃഷ്ണപിള്ളയൊക്കെ തന്നെ ഇവർ നാട് കടത്തുകയാണ് എന്ത് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ അന്നത്തെ കാലത്ത് വന്നതാണ്. ഇനിയും ആ സമയത്ത് തന്നെ മക്കൾ ശ്രദ്ധിക്കണം, ഏറ്റവും മെയിനായിട്ടും വന്നിട്ടുള്ള ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934. ആ കാലഘട്ടത്തിനകത്ത് പ്രധാനമായിട്ട് കോൺഗ്രസിനകത്ത് പുതിയൊരു വിഭാഗം ഉണ്ടാവുകയാണ്. അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട്, അതായത് അന്നത്തെ കോൺഗ്രസിനകത്ത് എല്ലാ ആൾക്കാരും അന്ന് കണ്ടത് എല്ലാ ആൾക്കാരും കോൺഗ്രസ് പാർട്ടിയാണ് അന്ന് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ അന്ന് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനെതിരെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി തന്നതാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിക്കകത്തായിരിക്കും എല്ലാ നേതാക്കന്മാരും ഉണ്ടാവുക. അപ്പോൾ അന്ന് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പാർട്ടി ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നു. അതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, CSP എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മെയിനായിട്ടും ഇതുപോലെ തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കെ കേളപ്പൻ എല്ലാവർക്കും അറിയുന്നതാണ്. കെ കേളപ്പനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. കെ കേളപ്പനൊക്കെ ഈ പറഞ്ഞ പയ്യന്നൂർ സത്യാഗ്രഹത്തിനൊക്കെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡറാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ തന്നെ ഈ കേളപ്പനെ അറിയാം. അതേപോലെ തന്നെ മക്കളെ പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ AKG. അപ്പൊ നിങ്ങൾക്കറിയാം പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ CM ആണ്, കേരളത്തിന്റെ ആദ്യത്തെ CM ആണ് EMS. അതേപോലെ തന്നെ AKG ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ, എല്ലാവർക്കും അറിയാം, വളണ്ടിയർ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലേക്ക് ഇവരൊക്കെ തന്നെ എന്താണ് അന്നത്തെ ഒരുപാട് പ്രധാനപ്പെട്ട പ്രസിഡന്റ് സ്ട്രഗിൾസ് എന്ത് ചെയ്യാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, കർഷക സമരങ്ങൾ എന്ത് ചെയ്യാണ് ഇവരുടെ ആഭിമുഖ്യത്തിൽ എന്ത് ചെയ്യാണ് നടത്തുകയാണ്. അതാണ് ഈ പറഞ്ഞ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ CSPയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പ്രധാനമായിട്ടുള്ള ഈ പറഞ്ഞ ജന്മിമാർക്കെതിരെ പ്രത്യേകിച്ച് നിങ്ങൾ കാണേണ്ട ട്രാവൻകൂർ റൂളേഴ്സിനെതിരെയൊക്കെ എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ കർഷകരായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ ഒന്നിക്കുകയും പ്രധാനമായിട്ട് കലാപങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം 1946 നടത്തുന്നത്. അന്നത്തെ സർ CP രാമസ്വാമിക്ക് എതിരായിട്ടാണ്. സർ CP രാമസ്വാമി അയ്യർക്ക്, അദ്ദേഹം അന്ന് തിരുവിതാംകൂർ റൂളറായിരുന്നു, ദിവാനായിരുന്നു. ആ ദിവാനെതിരായാണ് എന്ത് ചെയ്തത് അവർ ഇതുപോലെ തന്നെ നടത്തുന്നത്. അന്ന് ആലപ്പുഴയിലും പുന്നപ്രയിലും വയലാറിലുമാണ് കർഷക സമരങ്ങൾ നടത്തുന്നത്. അത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് മരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ഏറ്റവും വലിയൊരു വിപ്ലവ പോരാട്ടം ഈ പറയുന്ന പുന്നപ്രയിലും വയലാറിലും ഈ പറയുന്ന 1946 എന്ത് ചെയ്യുന്നത് നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഇത് പുന്നപ്ര വയലാർ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഇവിടെ പറയാനുള്ളത്, ട്രാവൻകൂറിനകത്ത് പറയാനുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളെ ഓർത്തു വെച്ചോ, ട്രാവൻകൂറിനകത്ത് എന്താണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതുപോലെ അബ്സഷൻ അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം, അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയെ കുറിച്ച് പറയുന്നുണ്ട്, പുന്നപ്ര വയലാർ സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ
ട്രാവൻകൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള മൂവ്മെന്റുകളാണ്. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ, സെറ്റ് ആണോ? സോ ഇനി ഞാൻ പറയുന്നു മക്കളെ, നമുക്ക് ഇതുപോലെ തന്നെ സമയം കളയാനില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ യോധയുടെ ഭാഗമായി മാറുക. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷം ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികൾ ഇതുപോലെ തന്നെ ഹിന്ദിക്കകത്ത് തോറ്റിട്ടുണ്ട്. 8ാം ക്ലാസ്സിനകത്ത് ഹിന്ദിക്കകത്ത് തോറ്റ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഈ വർഷവും ഉറപ്പുള്ള കാര്യമാണ്, ഇതുപോലെ തന്നെ തോൽവി ഉണ്ടാവും. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ, നിങ്ങൾ നല്ല മാർക്കോടുകൂടി നിങ്ങൾ വിജയിക്കണം, ഈ വർഷം NMMS ഒക്കെ തന്നെ നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ നിർബന്ധമായിട്ട് യോധയുടെ ഭാഗമായി തീരുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്.